വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാ നിരക്ക് 5 രൂപയാക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ബസ് ഉടമകൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. സ്വകാര്യ ബസ് ഉടമകൾക്ക് മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നത് സ്വകാര്യ കുത്തകകൾക്കായി വിദ്യാർത്ഥികളുടെ ചാർജ് വർധനയില്ലെങ്കിൽ അധ്യയന വർഷം മുതൽ സർവീസ് നിർത്തിവെച്ച സമരമെന്നും ബസ് ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുതിർന്ന യാത്രക്കാരുടെ എണ്ണം ദിനംപ്രതി കുറഞ്ഞു വരുന്നത് സ്വകാര്യ ബസ് വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാലോചിതമായ മാറ്റം എല്ലാ രംഗത്തും നടപ്പിലാക്കുമെന്ന് പറഞ്ഞ OP ടിക്കറ്റ് വരെ വർദ്ധിപ്പിച്ച സർക്കാരാണ് 13 വർഷമായി വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാത്തത്. സ്വകാര്യ ബസ് വ്യവസായത്തെക്കുറിച്ച് പഠിച്ച 2 കമ്മീഷനുകളും വിദ്യാർത്ഥികളുടെ യാത്രാ ചാർജ് വർദ്ധിപ്പിക്കാൻ ശുപാർശ ചെയ്തെങ്കിലും റിപ്പോർട്ടുകൾക്ക് മേൽ സർക്കാർ അടയിരിക്കുകയാണ്. ടൂറിസ്റ്റ്, രാത്രികാല സർവീസുകൾ, ചരക്കു വണ്ടികൾ എന്നിവയിൽ സ്ഥാപിക്കേണ്ട ക്യാമറകൾ സ്ഥാപിക്കണമെന്നതാണ് സർക്കാരിന്റെ പുതിയ നിർദ്ദേശം. ബസ് ഉടമയ്ക്കും ജീവനക്കാർക്കും പോലീസ് ക്ലിയറൻസ് വേണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അധിക ബാധ്യത വരുത്തുന്നതും അശാസ്ത്രീയവുമാണ്. സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നതിനേക്കാൾ അധിക നിരക്ക് ഈടാക്കിയിട്ടും KSRTC ബസ് നിലനിൽക്കാൻ ബസ് ഒന്നിന് 13,500 രൂപയാണ് ദിനവും സർക്കാർ ഖജനാവിൽ നിന്നും നൽകുന്നത്. സർക്കാരിന് ഒരു ബാധ്യതയും വരുത്താതെ പ്രതിദിനം ബസ് ഒന്നിന് 3,000 രൂപ സർക്കാരിന് നൽകിയിട്ടും പൊതുഗതാഗതത്തെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവാത്തത് അംഗീകരിക്കാനാവില്ല. സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്ന കെടുതികൾ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഏപ്രിൽ 3 മുതൽ 9 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വാഹന പ്രചരണ ജാഥ നടത്തും. വിദ്യാർത്ഥി ചാർജ് വർധന ഉൾപ്പെടെയുള്ള കാതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെങ്കിൽ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സർവീസ് നിർത്തിവെച്ച സമരം ആരംഭിക്കുമെന്നും ഗോപിനാഥ് പറഞ്ഞു. ഓരോ കാലഘട്ടത്തിലും അതായത് തീരുമാനങ്ങൾ എടുക്കും ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സ്വകാര്യ സർവകലാശാലയെ കുറിച്ച് പറഞ്ഞതാ. അന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു, ഇന്ന് ഇങ്ങനെ പറയണമെന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ മാത്രം ഈ കാലഘട്ടത്തിന്റെ മാറ്റം ഈ ഗവൺമെന്റിനെ ബോധ്യപ്പെടാത്തത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഈ 13 കൊല്ലം നിശ്ചയിച്ച 1 രൂപ വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് എന്നുള്ളത് മിനിമം 5 രൂപയാക്കണം എന്നാണ് ഞങ്ങളുടെ ഇതിന്റെ ആവശ്യം. ഈ ആവശ്യം ഞങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വരുന്ന ഏപ്രിൽ 3-ാം തീയതി മുതൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ വാഹന പ്രചരണ ജാഥ, ബസ് സംരക്ഷണ ജാഥ നടത്തുക. അപ്പൊ ഞങ്ങൾ ഈ ജാഥയുടെ ഉദ്ദേശം ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള യാത്രക്കാരെ ഞങ്ങളുടെ യാത്രക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും ഈ വിവരം അറിയിക്കാൻ ഉദ്ദേശം. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ച ഉടനെ ഞങ്ങൾക്കെതിരെ ഇവിടെ എല്ലാവരും നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ സമരത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കും. അതിന് കുറെ കാലങ്ങളായിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ വിഷയം ഈ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് വാഹന പ്രചരണ ജാഥ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് PK മൂസ, ട്രഷറർ VS പ്രദീപ്, N വിദ്യാധരൻ, AS ബേബി, ബിബിൻ ആലപ്പാട്ട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.